ജീവിതത്തിൽ ഹറാമുകൾ വരാതെ സൂക്ഷിച്ചാൽ എല്ലാ മേഖലകളിലും, ആരാധനകളുടെ മേഖലകളിലും ഒരു സന്ദേശമുണ്ട്. അല്ലാഹു തആല നമ്മൾക്ക് സന്തോഷം നൽകും, അതുപോലെ തന്നെ ഒരു ടേസ്റ്റ്, ഒരു ലദ്ദത്ത് നൽകുമെന്നാണ് പറഞ്ഞത്. ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അല്ലാഹു നമ്മുടെ നിസ്കാരത്തിൽ മാധുര്യം നൽകും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അല്ലാഹു നമ്മുടെ നോമ്പിൽ മാധുര്യം നൽകും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ജമാഅത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾക്ക് കഴിയും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദിവസവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾക്ക് കഴിയും. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദിക്റുകളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് കഴിയും. എന്തുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾക്ക് മാധുര്യം ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ നോമ്പുകളിലും രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരങ്ങളിലും പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുമ്പോഴും നമ്മൾക്കൊരു ടേസ്റ്റ് കിട്ടാത്തതിന്റെ കാരണം ജീവിതത്തിൽ ഹറാമുകൾ ഒരുപാട് നമ്മളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ നമ്മളിൽ സംഭവിക്കുന്നു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തഖിൽ മഹാരിം, ഹറാം ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കണം. എന്നാൽ തകുൻ അഅബദന്നാസ്, വളരെ മാധുര്യമുള്ള രീതിയിൽ, വളരെ ഖുശൂഅോടെ, ഭയഭക്തിയോടെ, ഇഖ്ലാസോടുകൂടി എല്ലാ ആരാധനകളും അനുഷ്ഠിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തൊരു പരാതി മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് ഒരാൾ പറയുന്നുണ്ട്, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത്, നീ നിന്റെ ജീവിതത്തിൽ ഹറാമുകളും തിന്മകളും ചെയ്യുന്നത് കൊണ്ട്, നീ ചെയ്യുന്ന തിന്മകളാണ് നിന്നെ തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് തടയുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്കൊക്കെ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നന്നാവണം എന്ന ആഗ്രഹമില്ലാത്ത ഒരാളും നമ്മളിൽ ഉണ്ടാവില്ല. നന്നാവണം, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് വരെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാറില്ല. പലപ്പോഴും സുബഹി നിസ്കാരങ്ങൾ ജമാഅത്ത് പോയി അദാ ആയി നിർവഹിക്കാൻ പോലും കഴിയാറില്ല. അതിന്റെ പിന്നിലുള്ള കാരണം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഹറാമുകൾ ജീവിതത്തിൽ വരുന്നതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തെറ്റുകൾ വരുന്നതിനനുസരിച്ച് അല്ലാഹു നമ്മൾക്ക് നൽകേണ്ട റിസ്ഖുകളെ തടയുമെന്നാണ്. തെറ്റുകൾ ജീവിതത്തിൽ വരുന്നതിനനുസരിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ അടഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഹറാമുകൾ ജീവിതത്തിൽ വരാതെ, ഇനി ഹറാമുകൾ വന്നാൽ തന്നെ ഉടനെ തന്നെ തൗബ ചെയ്ത് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ച് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി അല്ലാഹുവിന്റെ അടുപ്പക്കാരനായി മാറാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഷയം, മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അബൂ ഹുറൈറ, വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് എന്ത് തന്നാലും അതിനെ തൃപ്തിപ്പെടണം, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയണം. വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായി, നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായി മാറാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഒരാളുടെ സമ്പത്ത്, കോടീശ്വരനാണോ മുതലാളിയാണോ ധനികനാണോ എന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അയാളുടെ മാനസികമായ ആ ഒരു സംതൃപ്തി നോക്കിയിട്ടാണ് അയാൾ മുതലാളിയാണോ ദരിദ്രനാണോ എന്ന് വിലയിരുത്തുന്നത്. എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടാകും. അല്ലെങ്കിലും സമ്പത്ത് കിട്ടി തികഞ്ഞവർ ലോകത്താരെങ്കിലുണ്ടോ? സമ്പത്ത് കിട്ടി തികഞ്ഞവർ ലോകത്താരെങ്കിലുണ്ടോ? നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനും ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ഇനി 2 തലമുറയോളം ജീവിക്കാനുള്ള സമ്പത്തുണ്ടെങ്കിലും നമ്മുടെ നാടിൽ ആരെങ്കിലും കച്ചവടവും ബിസിനസ്സും നിർത്തി ഞാനിനി ഒന്ന് പള്ളിയിൽ കൂടട്ടെ എന്ന് പറഞ്ഞ് സമ്പാദിക്കുന്നത് നിർത്താറുണ്ടോ? 100 ഔട്ട്ലെറ്റുകളും 100 ഷോറൂമുകളും 100 മാളുകളുമൊക്കെ നമ്മുടെ നാടുകളിൽ വ്യക്തികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഒരു മാള് മതി തലമുറയോളം തിന്ന് ജീവിക്കാനും തലമുറയ്ക്ക് സാമ്പത്തികമായി അനന്തരാവകാശം ബാക്കി വെക്കാനും. എന്നാലും ആളുകൾ സമ്പത്ത് കിട്ടി എനിക്ക് മതി എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നത്, കച്ചവടം നിർത്തുന്നത് ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരു മുതലാളി എന്ന് പറയുന്നത് വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു എന്ത് തന്നാലും അതൊരു തലവേദനയാണെങ്കിലും ശരി,
ക്യാൻസർ ആണെങ്കിലും ശരി, അള്ളാഹു നൽകുന്നത് സാമ്പത്തികമായ ബാധ്യതകളാണെങ്കിലും ശരി, കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണെങ്കിലും ശരി, ഏത് വിഷയം നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത ഏത് വിഷയം അള്ളാഹു തന്നാലും അൽഹംദുലില്ലാഹ്, ഇതെന്റെ റബ്ബിന്റെ തീരുമാനമല്ലേ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാനുള്ളൊരു സന്മനസ്. വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. മഹാനായ അബൂദർ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, യാ അബൂദർ, അബൂദറേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതദറൂന മൽ ഗിന, എന്താണ് സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താണ്, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അബൂദർ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോൾ അബൂദർ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ, ഐശ്വര്യവാൻ എന്ന് പറഞ്ഞാൽ, മുതലാളി എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളവർ, ഒരുപാട് കച്ചവട സാമഗ്രികളുള്ളവർ, സ്വത്തുകളുള്ളവർ, അങ്ങനെ ബിസിനസ് മേഖലകളിൽ സജീവ സാന്നിധ്യമായി അറിയപ്പെടുന്ന പ്രമാണികളായ പണക്കാരാണ്, ദിർഹമുകളും ദീനാറുകളും ഉള്ളവരാണ്, നോട്ടുകെട്ടുകളുള്ളവരാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ല, സമ്പന്നത എന്ന് പറഞ്ഞാൽ, മുതലാളി എന്ന് പറഞ്ഞാൽ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളവന്റെ പേരല്ല. ആരുടെ ഹൃദയത്തിനാണോ ഗിന എന്ന് പറഞ്ഞാൽ ഗിനൻ നഫ്സി, ഗിന എന്ന് പറഞ്ഞാൽ ഗിനൻ നഫ്സി, എനിക്ക് കിട്ടിയത് ധാരാളമാണ് എന്ന ചിന്ത ആർക്കാണോ ഉള്ളത്, മാഷാ അല്ലാഹ്, അല്ലാഹു എനിക്ക് എത്ര സമ്പത്ത് തന്നില്ലയോ, എനിക്ക് കിട്ടിയത് ധാരാളം, ഇനി ഞാൻ കഷ്ടപ്പെടേണ്ടതില്ല എന്ന് വെച്ച് നമ്മുടെ ബിസിനസ് ഒക്കെ മാറ്റിവെക്കണമെന്നല്ല, മരണം വരെ അധ്വാനിച്ചോളൂ, അതൊന്നും തെറ്റായ വിഷയമൊന്നല്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള അധ്വാനം പ്രയാസമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നത്, എനിക്ക് അള്ളാഹു തന്നത് ധാരാളമാണ് എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ മുതലാളി. അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് റബ്ബ് തന്നത് കുറച്ചാണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? നല്ലൊരു വാഹനമുള്ളവൻ, ഉദാഹരണം ഒരു സ്വിഫ്റ്റ് ഉള്ളവൻ ചിന്തിക്കുന്നത് എനിക്കൊരു ഇന്നോവ വാങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നാണ്. ഒരു ഇന്നോവ ഉള്ളവൻ ചിന്തിക്കുന്നത് എനിക്കൊരു ബെൻസ് വാങ്ങാൻ കഴിയുന്നില്ല. ബെൻസ് ഉള്ളവന്റെ ചിന്ത പിന്നെ റോൾസ് റോയ്സ്. അത് കഴിഞ്ഞാൽ അവന്റെ ചിന്ത എനിക്കൊരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ്, ഇതൊന്നും എനിക്ക് വാങ്ങാൻ കഴിയുന്നില്ല എന്നൊരു ചിന്തയാണ്. ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും വല്ല വാഹനങ്ങളിലും വല്ല വീടുകളിലും വല്ല ബിസിനസ്സുകളിലും സംതൃപ്തി, മാഷാ അല്ലാഹ് എനിക്ക് കിട്ടേണ്ടത് കിട്ടി ധാരാളമായി എന്ന ചിന്ത ആർക്കെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു വണ്ടി ഇറങ്ങിയാൽ നമ്മളത് വാങ്ങിക്കുന്നു, അതിൽ നമ്മൾ സംതൃപ്തരാവാതെ ഒരു 2 വർഷം കഴിയുമ്പോൾ ന്യൂ വേർഷൻ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വരുമ്പോൾ അതും കൂടി നമ്മൾ വാങ്ങിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾക്ക് തൃപ്തിയാവാത്തത് കൊണ്ടാണ്. അതൊന്നും തെറ്റാണെന്ന് അല്ല ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മരണം വരെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലാഹു എന്ത് തന്നാലും അതൊരു പക്ഷേ പരീക്ഷണങ്ങളാവാം, പ്രയാസമാവാം, പ്രാരാബ്ദങ്ങളും ദുരിതങ്ങളുമാവാം, അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ആ ഒരു സന്മനസ് നമ്മൾക്കുണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കാലിന് അസഹനീയമായ വേദന തോന്നുന്നത്. കാലിന് സഹിക്കാൻ കഴിയാത്തൊരു വേദന വന്നു. കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു. അദ്ദേഹം കാല് മുറിച്ചു മാറ്റാൻ സമ്മതം കൊടുത്തു. എങ്ങനെയാണ് മുറിച്ചു മാറ്റേണ്ടത്? ഞാൻ സുജൂദിൽ കിടക്കുന്ന സമയം നിശ്ചലനായി ഞാനിരിക്കും. ഞാൻ എങ്ങും പരിസരബോധമില്ലാതെ ശ്രദ്ധയില്ലാതെ സുജൂദിൽ നിശ്ചലനായി ഞാൻ ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കേട്ട ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റുന്നുണ്ട്. കാല് മുറിച്ചു മാറ്റുന്ന സമയം അദ്ദേഹം പറഞ്ഞൊരു ദിക്റുണ്ട്, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവേ, റളീനാ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവേ നിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. അല്ലാഹുവേ, നിന്നോട് എനിക്ക് ഇഷ്ടമാണ്. നിന്റെ ഏത് തീരുമാനത്തിലും ഞാൻ തൃപ്തനാണ് റബ്ബേ. വബിൽ ഇസ്ലാമി ദീനൻ, നിന്റെ ഇസ്ലാം, എന്റെ ഇസ്ലാമിൽ ഞാൻ തൃപ്തനാണ്. വബി മുഹമ്മദിൻ നബിയ്യ, എന്റെ ഹബീബിനോടും എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ ബോധം കെട്ട് വീണത്. ആ അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഒരു മകനെ യാത്രയിലുള്ള ഒരു കഴുത തന്റെ പുറത്തു നിന്ന് തട്ടിമാറ്റി ചവിട്ടിക്കൊല്ലുന്നത്. 7 മക്കളാണ് ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾക്കുണ്ടായിരുന്നത്. അതിലൊരാളെ ചവിട്ടിക്കൊന്നു. അബോധാവസ്ഥയിലായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളോട് ഇത് എങ്ങനെ പറയണമെന്ന് ഇവർക്കറിയുന്നില്ല. കാല് മുറിച്ചു മാറ്റി അതിന്റെ വിഷമം മാറുന്നതിന് മുമ്പേ ഒരു കുഞ്ഞിനെയും നഷ്ടപ്പെടുകയാണ്.
എങ്ങനെയാണ് ഈ വിഷമം സഹിക്കുക, എങ്ങനെയാണിത് പറയുക എന്ന് ധൈര്യമില്ല. എന്നാലും ഒരാൾ ആർജവത്തോടെ പറഞ്ഞു, നിങ്ങളുടെ ഒരു മകനെ ഇതാ നിങ്ങളുടെ ഒട്ടകം, നിങ്ങളുടെ കഴുത കുത്തിക്കൊന്നിരിക്കുകയാണ്, ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളുടെ ജീവിതത്തിലെ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ അഅതാനി അർബഅത അത്റാഫ്, 4 അവയവങ്ങളല്ലേ നീ എനിക്ക് തന്നത്. 4 അവയവങ്ങൾ നീ എനിക്ക് തന്നു. 2 കാലുകൾ, 2 കൈകളും എനിക്ക് തന്നു. ഒന്നല്ലേ നീ കൊണ്ടുപോയത്. വഅബ്ഖൈതനി 3, 3 അവയവങ്ങൾ എനിക്ക് മാറ്റിവെച്ചില്ലയോ റബ്ബേ. അൽഹംദുലില്ലാഹ്, 2 കാലുകളില്ലാത്തവരുണ്ട്, 2 കാലും 2 കൈകളും ഇല്ലാത്തവരുണ്ട്, 2 കൈകളില്ലാത്തവരുണ്ട്, നടക്കാൻ കഴിയാത്തവർ, ഇരിക്കാൻ കഴിയാത്തവർ, അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രം തിന്ന് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവേ നീ എന്റെ ഒരു കാലല്ലയോ കൊണ്ടുപോയത്. അൽഹംദുലില്ലാഹ്. പിന്നെ മകന്റെ വിഷയം അറിഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അഅതാനി 7 മക്കളെ അല്ലാഹുവേ നീ എനിക്ക് തന്നില്ലയോ, അതിലൊന്നല്ലേ നീ കൊണ്ടുപോയത്. 6 നീ ബാക്കി വെച്ചില്ലയോ റബ്ബേ. അബ്ഖൈതനി 6 മക്കളെ നീ ബാക്കി വെച്ചില്ലയോ, ഒന്നല്ലേ നീ കൊണ്ടുപോയത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരനാണ് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ. ആ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ പറയുന്നുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രയാസങ്ങളില്ലാത്തവരാരാണ്. മക്കള് മരിച്ചു പോയേക്കാം, കാലുകൾ മുറിഞ്ഞു പോയേക്കാം, ക്യാൻസർ ബാധിച്ച്, അതുപോലെ തന്നെ ഷുഗർ ബാധിച്ച് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നവരുണ്ട്, ഹൃദയം മാറ്റിവെക്കേണ്ടി വരുന്നവർ, കിഡ്നി മാറ്റിവെക്കേണ്ടി വരുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ. തളരല്ല, ഒരിക്കലും പതറല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണത്. അള്ളാഹുവിനൊരാളോട് സ്നേഹം തോന്നിയാൽ, അള്ളാഹുവിനൊരാളോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹു അയാളെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന് സ്നേഹം തോന്നുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്നാണ്. സ്നേഹം തോന്നുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. ലോകത്താരാണ് പരീക്ഷണങ്ങൾ അനുഭവിക്കാത്തത്? മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹുവിന്റെ ഹബീബ് വരെയുള്ള പ്രവാചകന്മാരുടെ ശൃംഖലകൾ എടുത്തു നോക്കുമ്പോ ഓരോ പ്രവാചകന്മാരും പരീക്ഷണങ്ങൾക്ക് വിധേയരായവരാണ്. ആദം നബി അലൈഹിസ്സലാം തന്റെ മകനെ, സ്വന്തം മകൻ തന്നെ വളരെ നിർദാക്ഷിണ്യമെന്ന് പറയട്ടെ, കാരുണ്യമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാതെ ഒരു പെണ്ണിന് വേണ്ടി തന്റെ മകനെ കൊന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാം ജീവിക്കുമ്പോഴല്ലേ. ആരാകുന്നത് ഏതെങ്കിലും ഒരു ശത്രുവല്ല, സ്വന്തം മകൻ തന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നത്. ഖാബീൽ എന്ന് പറയുന്ന മകൻ പെണ്ണിന്റെ പേരിൽ തന്റെ ജ്യേഷ്ഠനായ ഹാബീലിനെ കൊല്ലുന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്തല്ലയോ ഉണ്ടായത്. എങ്ങനെയാണൊരു പിതാവിന് സഹിക്കാൻ കഴിയുക? ഇബ്ലീസിന്റെ, പിശാചിന്റെ വസ്വാസ് മൂലം മറന്നുകൊണ്ടൊരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുകയും 300 വർഷക്കാലം അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തില്ലയോ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ ഞാൻ എന്റെ ശരീരത്തോട് അതിക്രമം കാണിച്ചു റബ്ബേ. അല്ലാഹുവേ ഞാൻ എന്റെ ശരീരത്തോട് അതിക്രമം കാണിച്ചു റബ്ബേ. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകും അല്ലാഹ്, അതുകൊണ്ട് പുറത്തു തരണേ എന്ന് 300 വർഷക്കാലമാണ് ദുആ ചെയ്തത്. തന്റെ ഭാര്യയെ കാണാതെ ഹവ്വാ ബീവിയെ കാണാതെ 300 വർഷമല്ലയോ രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഏകാന്തമായി നടന്നു നീങ്ങിയത്. കരങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടേയിരുന്നത്. പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ആരാണ് പ്രയാസങ്ങൾ അനുഭവിക്കാത്തത്? ആദം നബി അലൈഹിസ്സലാം കഴിഞ്ഞു, പിന്നെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കണ്ടില്ലയോ? തട്ടഹസിച്ചു വരുന്ന തരമാലയുടെ മുമ്പിൽ തന്റെ മകൻ പിടഞ്ഞു വീഴുന്ന സാഹചര്യം.
കപ്പലിലൂടെ പിതാവ് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ തന്റെ മകൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആർത്തട്ടഹസിച്ചു വരുന്ന തിരമാലകൾക്കിടയിൽപ്പെട്ട് തന്റെ മകൻ ദാരുണമായി മരണപ്പെടുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കണ്ടില്ലയോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ സാഹചര്യം? എന്തായിരിക്കും നമ്മുടെ മാനസികമായ അവസ്ഥ? എന്തായിരിക്കും? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഉടനെ തന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലേ, അല്ലാഹുവേ ഇന്ന വഅദകൽ ഹഖ്, അല്ലാഹുവേ നീ ഒരു കരാർ തന്നിട്ടുണ്ട്, നിന്റെ കുടുംബം ഒരിക്കലും നരകത്തിൽ കിടക്കൂല എന്ന കരാർ തന്നിട്ടില്ലയോ? എന്റെ മകനെ ഒരു കാരണവശാലും നീ നരകത്തിൽ കിടത്താൻ പാടില്ല റബ്ബേ, എന്റെ മകൻ നരകത്തിൽ കിടക്കാൻ പാടില്ല റബ്ബേ എന്ന് അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അപ്പോഴല്ലയോ അല്ലാഹു ദേഷ്യപ്പെടുന്നത്, നൂഹ് നബിയെ അറിയാത്ത വിഷയങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, നിങ്ങളുടെ മകൻ ഒരു സാലിഹായ മകനല്ല, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബമല്ല. ലൈസ മിൻ അഹ്ലിക്, നിങ്ങളുടെ മകനാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നൂഹ് നബിയെ നിങ്ങളുടെ മകൻ നരകത്തിലായിരിക്കുമെന്ന് അല്ലാഹു സന്ദേശം നൽകിയില്ലയോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് ആരാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്തത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യാതൊരു മടിയുമില്ലാതെയല്ലയോ അതിലേക്ക് ചാടാൻ ഇബ്രാഹിം നബി തയ്യാറായത്? അതിനേക്കാളും വലിയ പരീക്ഷണമല്ലയോ 100 വർഷക്കാലം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സാലിഹായ ഒരു കുഞ്ഞിനെ താ അല്ലാഹ്, സാലിഹായ ഒരു കുഞ്ഞിനെ താ അല്ലാഹ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ റബ്ബനാ ഹബ് ലനാ മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ നീ ദുആഇന് ഉത്തരം നൽകുന്നവരാണല്ലോ, കൺകുളിർമയുള്ള മക്കളെ നൽകണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ലയോ? പിന്നെയും ദുആ ചെയ്തു. ഖുർആനിൽ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കാണാം. മക്കളില്ലാത്ത ആളുകൾ അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യേണ്ട 4ഓളം പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണുന്നുണ്ട്. ഒന്ന്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. 2, റബ്ബനാ ഹബ് ലനാ മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. 3, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. 4, اللهم رب لا تذرني فردا وأنت خير الوارثين. എന്നിങ്ങനെയുള്ള 4 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലയോ? മഹാനായ ഇബ്രാഹിം 100 വർഷക്കാലം ദുആ ചെയ്തിട്ട് ഒരു കൺകുളിർമയുള്ള ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞിന് കുസൃതി കാട്ടാൻ തുടങ്ങിയപ്പോ, ആ കുഞ്ഞൊന്ന് ഓടിച്ചാടി കളിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബിയോട് അറുക്കണമെന്ന്. ഇതും ഒരു പരീക്ഷണമല്ലയോ? മൂസാ നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കുണ്ടോ മുഅ്മിനീങ്ങളെ? എത്ര പ്രയാസമാണ് മൂസാ നബി അലൈഹിസ്സലാം സഹിച്ചത്? ഈസാ നബി അലൈഹിസ്സലാം ഏത് പ്രവാചകന്മാരാണ് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോവാത്തത്? യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടത് നമ്മൾക്കറിയാത്ത വിഷയങ്ങളല്ലല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം മാരകമായ പ്രയാസങ്ങളിലൂടെ സമയം ചെലവഴിച്ചത്, മാരകമായ പ്രയാസങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കിയത്, ഇതൊന്നും നമ്മൾക്കറിയാഞ്ഞിട്ടല്ലയോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിൽ 15 വർഷക്കാലം അല്ലാഹുവിനോട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവേ മക്കളെ തരണമെന്ന്, അല്ലാഹുവേ കുഞ്ഞുങ്ങളെ തരണമെന്ന് അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്ത ദമ്പതികൾക്ക് അല്ലാഹു മക്കളെ നൽകിയത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്. കല്യാണം കഴിഞ്ഞു 1 വർഷമാകുമ്പോൾ തുടങ്ങി ടെൻഷൻ. എന്തേ കുട്ടികൾ ഉണ്ടാവാത്തത്? അല്ലാഹു ഞങ്ങൾക്ക് മക്കളെ തരില്ലയോ? അല്ലാഹു ഞങ്ങൾക്ക് മക്കളെ തരില്ലയോ? വല്ല കുറവും ഞങ്ങൾക്കുണ്ടോ എന്ന വേദനയോടെ ഭർത്താവും ഭാര്യയും സമയം ചെലവഴിക്കുമ്പോൾ 15 വർഷക്കാലം അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തിട്ടാണ് മലപ്പുറം ജില്ലയിലുള്ള ഒരു സഹോദരൻ അല്ലാഹു 3 മക്കളെ നൽകിയത്. അല്ലാഹു 3 മക്കളെ നൽകി. എന്നാൽ നിങ്ങൾ കേൾക്കണോ ഈ സംഭവം? 3 മക്കളെയും അല്ലാഹു ഒന്നിച്ചു കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? 3 മക്കളാണ് അല്ലാഹു നൽകിയത്. ആ 3 മക്കളെയും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴയിൽ വീണ് മരിക്കേണ്ട ദയനീയമായ ഒരു ചിത്രം നമ്മൾ ഒരാഴ്ച മുമ്പാണ് കണ്ടത്. നിങ്ങൾ ആലോചിക്കണം, എത്ര പ്രയാസമാണ് ഇതൊക്കെ! എങ്ങനെയാണ് ഒരു മനുഷ്യൻ സഹിക്കുന്നത്?
സഹിക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ ഒരു മനുഷ്യൻ സഹിക്കുന്നത്? ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, ഈ സാഹചര്യത്തിൽ പതറാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിയോടെ പതറാതെ മുന്നേറാനുള്ള ഒരു ചെങ്കൂറ്റം നമ്മൾക്കുണ്ടായാൽ അവിടെയാണ് വിജയമുള്ളത്. അവർക്കാണ് അല്ലാഹു തആല മഹ്ശറ ലോകത്ത് മനോഹരമായ സ്വർഗീയ കൊട്ടാരങ്ങൾ ഒരുക്കി വെക്കുന്നത്. പ്രയാസങ്ങളില്ലാത്തവർ ആരാണ്? മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ തന്റെ കാല് നഷ്ടപ്പെട്ടു, തന്റെ മകനെയും നഷ്ടപ്പെട്ടു. ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴാണ് വയസ്സായ ഒരു വൃദ്ധനെ കാണാനിടയായത്. ഖലീഫ പറഞ്ഞു, ഉർവാ, ഈ വയസ്സനോടൊന്ന് സംസാരിക്കൂ ഉർവാ, ഈ വയസ്സനോടൊന്ന് സംസാരിച്ചു നോക്കൂ ഉർവാ. ഖലീഫയ്ക്കറിയാം മഹാനായ ഉർവ തങ്ങൾ വലിയ പ്രയാസത്തിലാണ് എന്ന്, മകൻ മരിച്ച വേദനയിലാണ് എന്നറിയാം. ഉർവ സംസാരിക്കാൻ തുടങ്ങി. എന്താ നിങ്ങളുടെ കഥ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ മനുഷ്യൻ പറയാൻ തുടങ്ങിയത്, ഞാൻ ഇന്ന നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അള്ളാഹു ഇഷ്ടം പോലെ സമ്പത്ത് നൽകി, അള്ളാഹു ധാരാളം സമ്പാദ്യങ്ങൾ നൽകി, ഒരുപാട് മക്കളെ നൽകി, മനോഹരമായ വീടുണ്ടായി. നാട്ടിലേറ്റവും അന്തസ്സോടെ ജീവിച്ചിരുന്ന ഞാൻ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് ശക്തമായ പ്രളയം ഞങ്ങളുടെ നാട്ടിലുണ്ടായത്. ഉരുൾപൊട്ടലുണ്ടായ ക്ഷീണം ഇന്ന് വരെ തീർന്നിട്ടില്ല. വയനാടിന്റെ മേഖലകളിൽ അതുപോലെ തന്നെ മറ്റുള്ള പല മേഖലകളിലും ഉരുൾപൊട്ടലിന്റെ വേദന, ഉരുൾപൊട്ടലിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അല്ലാഹുവേ, അവർക്കൊക്കെ പെട്ടെന്ന് റീകവർ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. 15 വർഷക്കാലം ഗൾഫിൽ നിന്ന്, 15 വർഷക്കാലം വിദേശത്ത് നിന്ന്, മക്കളെ കാണാതെ, ഭാര്യയെ കാണാതെ, വിയർപ്പ് നീരാക്കി, ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഒരു സുപ്രഭാതത്തിൽ ഒഴുകിപ്പോവുക, ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോവുക. ഒരു മനുഷ്യന്റെ സ്വപ്നം എന്നുള്ളത് ദീനിയായ സാലിഹത്തായ ഒരു പെണ്ണ് കിട്ടണം, മനോഹരമായൊരു വീട് വേണം, നല്ലൊരു വാഹനം വേണം എന്നൊരു ചിന്തയാണ് ഓരോ മനുഷ്യനും ഉണ്ടാവുന്നത്. എന്നാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ സമ്പാദ്യമെല്ലാം ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകർന്നു പോയാൽ എങ്ങനെയാണ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? ഈ മനുഷ്യൻ പറയുകയാണ്, എന്റെ സമ്പാദ്യങ്ങളും എന്റെ വാഹനങ്ങളും എന്റെ മൃഗങ്ങളും എന്റെ വീടും എന്റെ എല്ലാ സ്വത്തുകളും എല്ലാം ഒരു ശക്തമായ പ്രളയത്തിലൂടെ, ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചുപോയി. അങ്ങനെ ഓരോ ആളുകൾ ഓരോ മേഖലകളിൽ ബാക്കിയായി. പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം ഒന്ന് അടങ്ങിയപ്പോ, ഇതെല്ലാം ഒന്ന് ശമിച്ചപ്പോഴാണ് ഞാനൊന്ന് എണീറ്റത്. അങ്ങനെ ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യയെ കാണുന്നില്ല, എന്റെ മക്കളെ കാണുന്നില്ല, എന്റെ മൃഗങ്ങളെ കാണുന്നില്ല, എന്റെ വീട് തകിടം മറിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണുള്ളത്? അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടു. എന്റെ ചെറിയ ഒരു കുഞ്ഞ്, പറക്കുമുറ്റാത്ത മുലപ്പാല് കുടിക്കുന്ന ഒരു പിഞ്ചു പൈതലിനെ എനിക്ക് കാണാനിടയായി. ആ കുഞ്ഞിനെ ഞാനൊന്ന് ഓടിപ്പോയി വാരിക്കോരിയെടുത്ത് എന്റെ മാറത്തോട് ചേർത്ത് വെച്ച് ആശ്വസിക്കുമ്പോഴാണ് എന്റെ ഒരു വാഹനം, ഒരൊട്ടകം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരൊട്ടകവും ഈ കുഞ്ഞുമല്ലാതെ വേറൊന്നുമില്ല, മറ്റുള്ളതെല്ലാം ചത്തുപോയി. ഇനി എനിക്ക് എന്റെ ഈ ഒട്ടകത്തിലൂടെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ചിന്തയോടെ കുഞ്ഞിനെ മാറത്തോട് ചേർത്ത് തന്റെ ഒട്ടകത്തെ സമീപിക്കുമ്പോഴാണ് ഒട്ടകം അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ഒട്ടകത്തിന്റെ പിന്നാലെ ഈ മനുഷ്യനും ഓടാൻ തുടങ്ങി. ഒട്ടകത്തെ കിട്ടിയില്ല. അവസാനം എന്ത് ചെയ്തു? തന്റെ ഒരു കുഞ്ഞിനെ ഭദ്രമായൊരു സ്ഥലത്ത് അവിടെ കിടത്തി ഒട്ടകത്തിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പറക്കുമുറ്റാത്ത, എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതലിനെ ഒരു ചെന്നായ കടിച്ചു വരിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ എന്റെ കുഞ്ഞിന്റെ പിന്നാലെ ഓടി, ചെന്നായുടെ പിന്നാലെ ഓടി. ഇല്ല, ചെന്നായ വിടുന്ന മട്ടില്ല. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ചെന്നായ ഓടിക്കളഞ്ഞു. എന്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു. ഇനി ഏതായാലും എന്റെ ഒട്ടകം ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഒട്ടകത്തിന്റെ പിന്നാലെ പോയി. ഒട്ടകത്തെ കിട്ടുമെന്നുള്ള ആ ഒരു സാഹചര്യം എത്തിയപ്പോൾ അതിന്റെ പിൻകാല് കൊണ്ടൊരു ചവിട്ടുകയുണ്ടായി. അതോടെ എന്റെ 2 കണ്ണുകളും തെറിച്ചുപോയി. അന്ധനാണിന്ന്. എന്റെ 2 കണ്ണിന്റെ കാഴ്ചശക്തി പോയി. എന്റെ മുഖം വികൃതമായി. സമ്പത്ത്, ഭാര്യ, മക്കൾ, വീട്, വാഹനം എല്ലാം നഷ്ടപ്പെട്ട് ഒരു വൃദ്ധനായ ഒരു പിതാവ്. എന്നിട്ടും വേദനയില്ലാതെ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ, നിന്നെ സ്തുതിക്കാനുള്ള ഒരു കഴിവ് നീ എനിക്ക് തന്നുവല്ലോ എന്ന് മഹാനായ ഉർവ തങ്ങളോട് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളല്ല, നമ്മൾ കണ്ട പ്രയാസങ്ങളൊന്നും പ്രയാസമല്ല. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പല ജില്ലകളിൽ, പല സംസ്ഥാനങ്ങളിൽ നിരന്തരമായി മുസ്ലിമായതിന്റെ പേരിൽ നിരന്തരമായി ചെറിയ കുഞ്ഞുങ്ങളെ
കാരുണ്യമില്ലാതെ കണ്ണിൽ ചോരയില്ലാതെ നിർദാക്ഷിണ്യം വധിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ മനസ്സൊന്ന് പിടക്കാറുണ്ട്, നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിനേക്കാളും എത്രയോ വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് മുസ്ലിം സമൂഹം ഇവിടെ എത്തിയത്. ഇതിനേക്കാളും വലിയ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും സഹിച്ചിട്ടാണ് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അലാ തദുല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലയോ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കില്ലയോ നബിയേ? എത്ര കാലമായി പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ദുആ ചെയ്തുകൂടെ നബിയേ, ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ നബിയേ? എന്താണ് പ്രയാസം എന്നറിയോ? അടിമയായിരുന്ന മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യജമാനനും നാട്ടിലെ ധിക്കാരികളായ ബഹുദൈവ വിശ്വാസികൾ വലിയ ഒരു അടുപ്പുണ്ടാക്കുകയാണ്. എന്നിട്ട് ആ അടുപ്പത്തേക്ക് മഹാനായ ഖബ്ബാബ് തങ്ങളുടെ കയ്യും പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഖബ്ബാബ് തങ്ങളുടെ കുപ്പായം മാറ്റിവെക്കുന്നുണ്ട്. എന്നിട്ട് മലർത്തി കിടത്തുകയാണ്. അടുപ്പത്തേക്ക് മാറ്റി കിടത്തുകയാണ്. ഇതിനൊന്നും സൗണ്ടില്ല കേട്ടോ, ഇതിനൊന്നും സൗണ്ടില്ല. ഖബ്ബാബ് തങ്ങളെ ആ അടുപ്പത്തേക്ക് വസ്ത്രം മാറ്റി മലർത്തി കിടത്തുകയാണ്. എണീക്കാൻ പോലും അനുവദിക്കാതെ ഖബ്ബാബ് തങ്ങൾ ജീവനോടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ജീവനോടെ മഹാനായ ഖബ്ബാബ് തങ്ങളെ മലർത്തി കിടത്തുകയാണ്. മുശ്രിക്കീങ്ങൾ എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. എന്നിട്ടും അദ്ദേഹത്തോടുള്ള ദേഷ്യം തീരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട്. എന്നിട്ട് ബോധം നഷ്ടപ്പെട്ടപ്പോൾ അവരവിടെ നിന്ന് അദ്ദേഹത്തെ എവിടേക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് യാത്ര തിരിയുകയാണ്. മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് തങ്ങളുടെ ആ പച്ച മാംസം പച്ച ഇറച്ചി തീയിലേക്ക് കൊണ്ട്, എങ്ങനെയാണോ പച്ച മാംസത്തിലേക്ക് ഇറച്ചിയിലേക്ക് തീ സ്പർശിക്കുമ്പോൾ ദുർഗന്ധമുണ്ടാകുന്നത്, ആ ഒരു ദുർഗന്ധം മഹാനായ ഖബ്ബാബ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വമിക്കാൻ തുടങ്ങി എന്നാണ്. പുറംഭാഗത്തുള്ള മുഴുവൻ ചർമ്മങ്ങളും ഉരിഞ്ഞുപോയി. എന്നിട്ട് ഇറച്ചി കറുത്തുപോയി. എങ്ങനെ? അടുപ്പത്ത് ജീവനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ഖബ്ബാബ് തങ്ങളെ ജീവനോടെ ചുട്ടു പഴുപ്പിച്ച സംഭവം പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഖബ്ബാബ് തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അലാ തദുല്ലാഹ ലനാ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൂടെ? എത്ര കാലമായി ഞങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബ്ബാബ് തങ്ങളോട് പറഞ്ഞത്, ഖബ്ബാബേ, ഇതൊന്നും പ്രശ്നമല്ല. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് 2 കഷ്ണമാക്കിയിട്ടുണ്ട്. ആരെ? സക്കരിയ നബി അലൈഹിസ്സലാമിനെ. അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. ആ സക്കരിയ നബി അലൈഹിസ്സലാമിനെ മൂർച്ചയുള്ള ഈർച്ചവാള് കൊണ്ടുവന്ന് സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഈർന്നു മാറ്റി മരങ്ങൾ മുറിക്കുന്നത് പോലെ ഈർന്നു മാറ്റി 2 കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രയാസമാണോ ഖബ്ബാബ്? പറയൂ, ഇതൊന്നും പ്രയാസമല്ല. എന്നാൽ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ കഴുത്തറുത്തു കൊന്നിട്ടുണ്ട് ബനൂ ഇസ്രായേലുകാർ. എന്തിനെന്നറിയോ? വ്യഭിചാരികൾക്കെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, നിങ്ങൾ ഇവിടെ അനാശാസ്യം നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, തോന്നിവാസം നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കഴുത്തറുത്ത് വധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. അം ഹസിബതും തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. ഖബ്ബാബേ, വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് പോവാൻ സാധിക്കുമെന്ന് വിചാരിച്ചോ ഖബ്ബാബ്?
ഖബ്ബാബേ, സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത്? വീട്ടിലേക്ക് കയറിപ്പോകുന്നത് പോലെ, പള്ളിയിലേക്ക് കയറിപ്പോകുന്നത് പോലെ വളരെ എളുപ്പത്തിൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചോ? അം ഹസിബത്തും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തദ്ഖുലുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ, ജീവിതത്തിൽ രോഗങ്ങളില്ലാതെ, ജീവിതത്തിൽ ദുരിതങ്ങളില്ലാതെ, ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ലാതെ വളരെ സന്തോഷത്തോടെ ജീവിച്ച് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഖബ്ബാബേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം